നമ്മൾ എക്സ്പ്രസ് ആണ് പറഞ്ഞിരുന്നത്. എക്സ്പ്രസ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം വെച്ചാൽ എക്സ്പ്രസ് എന്ന് പറയുന്നത് എന്താ, അത് ലൈബ്രറിയാണ്, അതായത് ഫ്രെയിംവർക്ക് എന്ന് പറയും. ആ ഫ്രെയിംവർക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് എന്ന് പറയും. ബാക്കിൽ ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ഇനി ബാക്കിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ബാക്കിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാം ബാക്കിൻ പ്രോഗ്രാം. നമ്മൾ ബാക്കിൻ പ്രോഗ്രാം വെബ്സൈറ്റിന്റെ കേസാണ് ബാക്കിൻ പ്രോഗ്രാം ഉപയോഗിക്കുന്നത്. ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാം, ഗെറ്റ് ചെയ്യാൻ, പോസ്റ്റ് ചെയ്യാം, ഡാറ്റ ഡേറ്റാബേസിൽ ആഡ് ചെയ്യണം, ഡേറ്റാബേസിൽ ഇങ്ങോട്ട് എടുക്കണം, ഇതിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ബാക്കിൻ ഉപയോഗിക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞു ഇതെങ്ങനെയാണ് നമ്മൾ ഓരോ കണ്ടീഷൻ ചെയ്യുന്നത്. കാര്യം ഈ ബാക്കിൻ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, നമ്മൾ എവിടെ റൺ ചെയ്യുന്ന റണ്ണായിട്ട് ചെയ്യും അല്ലേ. ഇനി എന്ത് യൂസർ ഓരോ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഇതിനകത്ത് ചെയ്യാം ഓരോ വർക്കിംഗ് നടക്കാം. അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എക്സിറ്റ് ആവാതെ റൺ ആയിരിക്കും. എക്സിക്യൂട്ട് ആകുന്ന യൂസറിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് യൂസറിനെ റിക്വസ്റ്റ് ചെയ്യുക, യൂസറിനെ ബ്രൗസർ ബേസ് റിക്വസ്റ്റ് ചെയ്യുക ഇല്ലേ, ഒരു പ്രോഗ്രാം ഫെച്ച് ബേസ് റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് പോസ്റ്റ്മാൻ ബേസ് റിക്വസ്റ്റ് ചെയ്യാം അല്ലേ. നമ്മൾ അതിന് റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യം വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന് ഓരോ റിക്വസ്റ്റ് അനുസരിച്ച് ഓരോ നമ്മൾ വർക്ക് ചെയ്യുക, ഓരോ റൗട്ട്സ് എന്ന് പറയുന്നത് ഇത് റൗട്ട്. ഓക്കെ, ഇത് അടുത്ത റൗട്ട്, യൂസർ റൗട്ട് കണ്ടോ, യൂസറിന്റെ ഗെറ്റ് റൗട്ട്, പോസ്റ്റ് പാസ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് യൂസറിനെ റൗട്ട് സ്ലാഷ് യൂസറും അതുപോലെ മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ ഇതായിരിക്കും വെക്കുക ഇല്ലേ. അപ്പോൾ ചെക്ക് ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്, അത് ഓർമ്മ നിങ്ങൾക്ക്. അതുപോലെ നമ്മൾ ലാസ്റ്റ് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, അപ്ലോഡ് സ്റ്റാർ. അപ്പോൾ എന്ത് ചെയ്യും, ഇൻ കേസ് നമ്മൾ ഡിഫൈൻ ചെയ്യാത്ത റൗട്ടിലേക്കാണ് നമ്മൾ റിക്വസ്റ്റ് അയക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും, ഇതൊന്നും മാച്ച് ആവില്ല. ഇതെല്ലാം ചെക്ക് ചെയ്യും, റൺ ആയിട്ടില്ല. നോഡ് സെർവർ ഡോട്ട് സെൻഡ് അടിക്കുന്നു, 3000 ഇവിടെ സെൻഡ് അടിക്കുന്നു സ്ലാഷ് ആപ്പിളിലേക്ക്. അപ്പോൾ എന്തായിരിക്കും വരിക, പേജ് നോക്കാം. കാര്യം എന്താ, ഈ മാച്ചിങ് ചെക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ഏറ്റവും മുകളിലാണ്. ആദ്യം ഈ റൗട്ട് ചെക്ക് ചെയ്യും. നമ്മൾ മെത്തേഡ് ഗെറ്റ്, ഓക്കെ യു ആർ സെയിം അല്ല, ഇത് മാച്ച് ആവില്ല. ഇവിടെ ഒരു മെത്തേഡ് ഗെറ്റ് യു ആർ സെയിം അല്ല, നമ്മൾ സ്ലാഷ് ആപ്പിൾ മെത്തേഡ് ഗെറ്റ് ഇങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്ത് ഒന്നും മാച്ച് ആവില്ല. അവസാനം എന്ത് ചെയ്യും, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആപ്പിൾ യൂസ് യൂസ് പറഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാ മെത്തേഡ് മാച്ച്, ഏത് മെത്തേഡ് ആണെങ്കിലും മാച്ച്. അതുപോലെ യു ആർ സ്റ്റാർ കൊടുക്കും, സ്റ്റാർ എല്ലാ യു ആർ മാച്ച്. അപ്പോൾ എന്ത് ചെയ്യും, ഈ റൗട്ട് മാച്ച് ആയിട്ട് റെസ്പോൺസ് പേജ് നോക്കാം. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഗെറ്റ് മെത്തേഡ് എന്തോ സ്വിച്ച് പോലെ സ്വിച്ച് കേസ് അവസാനം ഡിഫോൾട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നോക്കിയാൽ ഇവിടെ സ്വിച്ച് പോലെ നോക്കി എല്ലാം ചെക്ക് ചെയ്ത് വരുന്നു. അവസാനം ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആ സ്റ്റാർ മെത്തേഡ് യൂസും അതുപോലെ യു ആർ സ്റ്റാർ എല്ലാം മാച്ച്. അപ്പോൾ ഇവിടെ റെസ്പോൺസും നോ പേജ് എല്ലാ മെത്തേഡ് ഗെറ്റ് പോസ്റ്റ് പാച്ച് ഡീറ്റെയിൽ എല്ലാം മാച്ച്. സ്റ്റാർ ഏത് റൗട്ട് ചെയ്യാലും അത് മാച്ച്. മനസ്സിലായോ? ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മീൻസ് യൂസ് ചെയ്യില്ല, അവർ ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ സ്ലാഷ് എന്താ യൂസർ റിക്വസ്റ്റ് ചെയ്യുന്നു, ആപ്പ് ഡോട്ട് എന്താ ഗെറ്റ് സ്ലാഷ് എന്താ മീൻസ് ആണെങ്കിൽ മീൻസ് കാറ്റഗറി കാറ്റഗറി. മനസ്സിലായോ? ഓക്കെ, ഇതാണ് സംഭവം. നമുക്ക് അടുത്ത സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി പഠിക്കണ്ടേ? ഓക്കെ, അപ്പം 0 2 റൗട്ട്. ഓക്കെ, ഇപ്പോൾ ചെയ്യണം നോക്കും. നമ്മൾ ഫസ്റ്റ് നമുക്ക് ഒരു ബാക്കിംഗ് പ്രോഗ്രാം ചെയ്യാം. ഫസ്റ്റ് എന്താ, നമുക്ക് ആ പാക്കറ്റ് ഫയൽ വരാം. അതിനുവേണ്ടി npm int പാക്കറ്റ് ഫയൽ ക്രിയേറ്റ്. അടുത്ത എന്താ, npm i express പറഞ്ഞ പാക്കേജ് സ്ഥലം. ഇനി എന്താ സ്റ്റെപ്പ്, ഒരു ഫയൽ വരിക, ഇഷ്ടമുള്ള പേര് കൊടുക്കാം, സർവർ ജേസൺ അല്ലേ. കോൺസ്റ്റ് എക്സ്പ്രസ് ഈക്വൽ ടു റിക്വയർ എക്സ്പ്രസ് കോൺസ്റ്റ് ആപ്പ് ഈക്വൽ ടു ആപ്പ് ഡോട്ട് റീസൺ. ഇത് വേണം കൊടുക്കാൻ, ഞാൻ 8000 കൊടുക്കും. ഓക്കെ, ഇത് എന്തിനാണ് കൊടുക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ ആണല്ലോ, അത്ര എഴുതി. ഇത് നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്യാൻ കൊടുക്കുക, ഈ ഫയൽ എക്സിക്യൂട്ട് ചെയ്യാം അല്ലേ. നോഡ് സ്പേസ് സെർവർ ഡോട്ട് ജെഎസ് ആപ്പീസ് ആണ് അല്ലേ. നമ്മൾ ഇവിടുന്ന് പുതിയ വരിക 01. ഇവിടെ എന്താണ് നമ്മുടെ കോഡ് നമ്പർ 8000. ഇപ്പൊ റെഡിയായി. അതായത് നമ്മൾ അങ്ങനെ റൗട്ട് ഡിഫൈൻ ചെയ്തില്ല. ഇപ്പം ലോക്കൽ ഹോസ്റ്റ് 8000 റിക്വസ്റ്റ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ എഴുതില്ല. ഓക്കെ ആണല്ലോ, നമ്മുടെ ആപ്പ് റൺ ചെയ്യുന്നില്ല എങ്കിൽ, ഓക്കെ ആപ്പ് റൺ ചെയ്യുന്നില്ല, എന്താ പറയുന്നത്, കനോട്ട് കണക്ട്. ആ ഒരു അങ്ങനെ കോഡ് നമ്പർ എല്ലാം കണക്ട് ചെയ്യാൻ അവിടെ ഒന്നുമില്ല. ഓക്കെ, ഇനി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്താ, അങ്ങനെ പാത്തില്ല, കണക്ട് ആയി അതിലേക്ക് പാത്തില്ല. അപ്പോൾ ആ ഒരു മനസ്സിലാക്കാം. നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് ഈ എററാണ് അടിക്കുന്നതെങ്കിൽ അതിനർത്ഥം എന്താ, നമ്മൾ റൺ ചെയ്തിട്ടില്ല, നമ്മുടെ ആപ്പ് റൺ ചെയ്തിട്ടില്ല. ഓക്കെ ആണല്ലോ, ഓക്കെ എന്താ കണക്ഷൻ റെഫ്യൂസ്ഡ് കണ്ടോ. അപ്പോൾ അതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ റൗട്ട് ഒക്കെ ഡിഫൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ വരുന്നു, ഫസ്റ്റ് റൗട്ട് വരുന്നു ആപ്പ് ഡോട്ട് ഗെറ്റ് സ്ലാഷ് യൂസർ നമുക്ക് എഴുതാം തൽക്കാലം. യൂസർ എന്ന് പറഞ്ഞ റൗട്ട് ഡിഫൈൻ ചെയ്യാണ്, കോമ ഇവിടെ ഫംഗ്ഷൻ പാസ് ചെയ്യും. അപ്പോൾ ഈ ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിൽ സ്ലാഷ് യൂസർ എന്ന റൗട്ടിലേക്ക് റിക്വസ്റ്റ് വന്നാൽ ഈ ഫംഗ്ഷൻ കോൾ ആവും അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നു, ഇവിടെ വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, റെസ്പോൺസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ആകുമ്പോൾ റിക്വസ്റ്റിന് റെസ്പോൺസ് കിട്ടും. റിക്വസ്റ്റിനകത്തായിരിക്കും അവിടെ റിക്വസ്റ്റിനെ പറ്റിയ ഇൻഫർമേഷൻ, റെസ്പോൺസിനകത്തായിരിക്കും നമ്മൾ റെസ്പോൺസ് സെൻഡ് ചെയ്യാൻ വേണ്ടി ഫംഗ്ഷൻസ് ഉണ്ടാവുക. ഈ രണ്ട് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ എനിക്ക് ഇവിടെ റെസ്പോൺസ് ചെയ്യുകയാണെങ്കിൽ റെസ് ഡോട്ട് സ്റ്റാറ്റസ് കോഡ് ചെയ്യുന്നു, ഓക്കെ എന്നുള്ളത് സ്റ്റാറ്റസ് കോഡാണ് 200 ഓക്കെ ആണ്. ഡോട്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ സെൻഡ് ഹലോ യൂസർ ചുമ്മാ കൊടുക്കുന്നു. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യാം, സെൻഡ് അടിച്ച് എന്തെങ്കിലും കിട്ടുക, ഒന്നും വന്നില്ലല്ലോ. കാര്യം എന്താ, ഓക്കെ യൂസർ ആണ്, യൂസർ ഇവിടെ ഒന്നും വന്നില്ലല്ലോ. എന്തോ ഏത് എൻഡ് വേണ്ട, എക്സ്പ്രസ് എൻഡ് വേണ്ട, നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്തില്ല. ചേഞ്ച് വരുത്തിയത് അപ്പോൾ തന്നെ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ പുതിയ ചേഞ്ച് വന്നു. ഇനി അടുത്തൊരു ചേഞ്ച് വരുത്തോ വെച്ചോ, ഞാൻ ഒരു പോസ്റ്റ് എഴുതുന്നു. ഓരോ മെത്തേഡിനും ഓരോ പർപ്പസ് ഉണ്ട്. നമ്മളിപ്പോൾ ചുമ്മാ എഴുതുക ഓക്കെ ആണല്ലോ. ഗെറ്റിനകത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാനുള്ള കോഡും പോസ്റ്റിനകത്ത് ആഡ് ചെയ്യാനുള്ള കോഡാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. തൽക്കാലം നമ്മൾ ഇങ്ങനെ എഴുതുന്നു. തൽക്കാലം നമുക്ക് ഡാറ്റാബേസ് ഒന്നും ഇല്ല. ഓക്കെ ആണല്ലോ. ഇവിടെ വരുന്നു, ഞാൻ ഇവിടെ വന്നിട്ട് പോസ്റ്റ് ഇവിടെ പോസ്റ്റ് യൂസർ കൊടുക്കുന്നു. നമുക്ക് ഇവിടെ വരാം, അതിന്റെ കോപ്പി എടുക്കാം.
യൂസർ ഐഡന്റിഫൈ രണ്ടിനും യൂസറിന് കൊടുക്കുക. ഇതിപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്ന ഒരു കാര്യം എന്താ, നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാ. ഇത് പോസ്റ്റ് വെക്കാം. നമ്മൾ എഴുതിയല്ല പോസ്റ്റും സ്ലാഷ് യൂസറും റീസ്റ്റാർട്ട് ചെയ്യില്ല. അപ്പൊ ഇത് ഭയങ്കര പ്രശ്നം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി റീസ്റ്റാർട്ട് കൊടുക്കണം, ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പാക്കേജ് യൂസ് ചെയ്യാം. ആ പാക്കേജ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വട്ടം നമ്മുടെ ഫയൽ ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ചെയ്ത് തരും. അങ്ങനെ എളുപ്പമല്ലേ? നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു, സേവ് അടിക്കുന്നു, ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആയി നമ്മൾ ഇവിടെ സെൻഡ് ചെയ്യും. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ട, ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് എക്സിറ്റ് ആക്കി പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെയാണല്ലോ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ ഒരു പാക്കേജാണ് നോട്ട് മോൺ എന്ന് പറഞ്ഞ പാക്കേജ്. ഓക്കെ, നോട്ട് മോൺ npm നോട്ട് മോൺ mon. Okay, Node Moon is a tool that helps develop Node.js based applications by automatically restarting the Node application when file changes in the directories are detected. അത്രയുള്ളൂ. അതായത് നമ്മുടെ ഈ ഡയറക്ടറിക്ക് ഡയറക്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഫോൾഡർ 02 route എന്ന് പറഞ്ഞ ഫോൾഡർ. ഈ ഫോൾഡറിനകത്താണ് നമ്മൾ നോട്ട് മോൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ഫോൾഡറിനകത്ത് ഏതെങ്കിലും ഒരു ഫയൽ ചേഞ്ച് ആയാൽ നമ്മുടെ സെർവർ റീസ്റ്റാർട്ട് ചെയ്ത് തരും. ഓക്കെ ആണല്ലോ? അപ്പൊ എന്ത് ചെയ്യും, ഏത് ഫയൽ ചേഞ്ച് ആയാലും റീസ്റ്റാർട്ട് ആവും, പുതിയ ചേഞ്ചസ് ആയിട്ടുണ്ടാവും, ഇല്ലേ? അല്ലെങ്കിൽ എന്താ സംഭവം, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഫയൽ എന്തൊക്കെയുണ്ടോ അത് വെച്ചിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചേഞ്ച് വരുത്തിയാൽ അത് അതിനകത്ത് വന്നിട്ടില്ല. ആപ്ലിക്കേഷൻ റൺ ആവുന്ന സമയത്തുള്ള കോഡ് എന്താ, ഈ എന്താ നമ്മൾ ഇവിടെ കിടക്കുന്ന കോഡിനെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് റാമിലേക്ക് മാറ്റും. റാമിലേക്ക് മാറ്റുന്ന സമയത്തുള്ള കോഡ് എന്താ, ചേഞ്ച് വരാത്ത കോഡാണ്, ഇല്ലേ? അതാണ് നമ്മൾ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പുതിയ കോഡാണ് റാമിലേക്ക് മാറ്റുക. ഓക്കെ ആണല്ലോ? അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നോട്ട് മോൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം npm i നോട്ട് മോൺ. ഇപ്പൊ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കോഡ് ഇവിടെ ഉണ്ടാവും, നമ്മുടെ ആ ഒരു npm കുത്തപ്പിക്കാൻ കിട്ടും. അത് എപ്പോഴും പാക്കേജിന്റെ പേരായിരിക്കും npm i നോട്ട് മോൺ. ഓക്കെ, അപ്പൊ അത് ഇൻസ്റ്റാൾ ആയി. ഓക്കെ ആണല്ലോ? അപ്പൊ അത് ഇൻസ്റ്റാൾ ആയി അറിയാൻ വേണ്ടി നമ്മുടെ പാക്കേജ് JSON ഫയൽ തുറന്ന് നോക്കിയാൽ അതിനകത്ത് ഡിപെൻഡൻസീസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ഇല്ലേ? എക്സ്പ്രസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നോട്ട് മോൺ ഇൻസ്റ്റാൾ ചെയ്ത് തോന്നും, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഇനി നമുക്ക് ഈ നോട്ട് മോൺ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഡിപെൻഡൻസിയാണ്. ഡെവ് ഡിപെൻഡൻസി എന്ന് പറയും. ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഡിപെൻഡൻസി. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം മതി. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫയൽ സേവ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഹോസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നോട്ട് മോണിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? കാര്യം ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഡിപെൻഡൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പാക്കേജ് JSON ഫയലിനകത്ത് ഇത് എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ npm i നോട്ട് മോൺ ഇലോട്ടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി npm സ്പേസ് i സ്പേസ് ഒരു -d കൊടുക്കുക. d ക്യാപിറ്റൽ ആയിരിക്കണം. ഇത് നമ്മൾ ഫ്ലാഗ് എന്ന് പറയാം. ഫ്ലാഗ് ഈ -d അങ്ങനെ കുറെ ഫ്ലാഗ്സ് ഉണ്ട്, നമുക്ക് ഇത് നോക്കാം. ഈ ഫ്ലാഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി ഫ്ലാഗ് യൂസ് ചെയ്യാം. അപ്പോൾ npm i സ്പേസ് -d എന്നിട്ടാണ് നമ്മൾ നോട്ട് മോൺ കൊടുക്കുന്നത് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്താൽ കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇത് ഇൻസ്റ്റാൾ ആവുന്ന സമയത്ത് ഇത് മാർക്ക് ആവും, നമ്മൾ ഇൻസ്റ്റാൾ ആവും, എല്ലാം സെയിം ആണ്. പക്ഷേ നമ്മുടെ പാക്കേജ് JSON ഫയലിൽ അത് മാർക്ക് ആവുന്നത് എങ്ങനെയായിരിക്കും, ഡെവ് ഡിപെൻഡൻസി എന്ന് പറയാം. കണ്ടോ? മനസ്സിലായോ? നമ്മൾ വെറുതെ സാധനം npm i എന്തൊരു പേര് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി ഡിപെൻഡൻസി എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ആവും. npm i സ്പേസ് -d ഒരു പേര് കൊടുത്താൽ അത് ഡെവ് ഡിപെൻഡൻസി ആയിട്ട് ഇൻസ്റ്റാൾ ആവും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അത്ര നമ്മൾ ചെയ്തു. അപ്പൊ അത് ഇൻസ്റ്റാൾ ആയി. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയി മാത്രം പോരാ. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫയൽ ഉണ്ടല്ലോ, ഇത് റൺ ചെയ്യേണ്ടത് ആ ഡിപെൻഡൻസി വെച്ചിട്ടായിരിക്കണം. അതായത് നമ്മൾ ഇനി നോട്ട് മോൺ വെച്ചിട്ടായിരിക്കണം നമ്മുടെ ഫയൽ റൺ ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ നോഡ് ഉപയോഗിച്ചാണ് റൺ ചെയ്തത്. നമ്മൾ നോട്ട് മോൺ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന സമയത്ത് ഈ നോട്ട് മോൺ നോഡിനെ കൊണ്ട് ചെയ്തോളും. അപ്പോൾ നോട്ട് മോൺ ഇടയ്ക്ക് ഒരാളായിട്ട് മാറും. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് നമ്മൾ നോട്ട് മോൺ എടുത്താൽ ഈ ഫയൽ റൺ ചെയ്യും. അപ്പോൾ നോട്ട് മോൺ വെച്ചാൽ നോഡിനെ കൊണ്ട് ചെയ്യും. അപ്പം അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ വൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫയൽ ചേഞ്ച് വന്നാൽ നോട്ട് മോൺ ഡിറ്റക്ട് ചെയ്തിട്ട് നോഡിനെ കൊണ്ട് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്തോളും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ വെച്ചാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഈ റൺ ചെയ്യേണ്ടവരുണ്ട്. ആപ്ലിക്കേഷൻ റൺ ചെയ്യണം, എക്സിറ്റ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അതിനെ സംബന്ധമായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കോഡ് എഴുതാൻ വേണ്ടിയുള്ള പാർട്ടാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ പാർട്ട്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് കോമ എഴുതുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഡെവ് എന്ന് പറഞ്ഞ കീ കൊടുക്കുന്നു. ഇഷ്ടമുള്ള കീ കൊടുക്കാൻ ഞാൻ ഡെവ് നോട്ട്, എന്നിട്ട് കോളൻ ഞാൻ ഇവിടെ കൊടുക്കാൻ നോക്കിയോ നോട്ട് മോൺ സ്പേസ് സെർവർ ഡോട്ട് ജെഎസ്. നമ്മൾ സാറിന് ഒരു ഫയൽ റൺ ചെയ്യുന്നത് നോട്ട് സ്പേസ് ഫയലിന്റെ പേര് ഇല്ലേ? ഞാൻ ഇവിടെ ഡെവ് എന്ന് പറഞ്ഞ കീ കൊടുത്തു, സ്ക്രിപ്റ്റിനകത്താണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു നോട്ട് മോൺ സ്പേസ് സെർവർ ഡോട്ട് ജെഎസ് ആണല്ലോ. ഇനി ഞാൻ നമ്മുടെ ഇവിടെ വന്നിട്ട് npm സ്പേസ് റൺ സ്പേസ് ഡെവ് എന്ന് കൊടുത്താൽ ഇത് വർക്കാവും. മനസ്സിലായോ? ഇത് വർക്കാവുമ്പോൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ഇനി നമ്മൾ ഉറപ്പിട്ട് എന്താ നോഡ് സ്പേസ് ഫയലിന് കൊടുക്കേണ്ട ആവശ്യം npm റൺ ഡെവ് എന്ന് കൊടുത്താൽ മതി. npm റൺ ഡെവ് എന്ന് കൊടുത്താൽ ശരിക്കും വർക്കാവുമ്പോൾ എന്തായിരിക്കും, ഈ npm എന്ത് ചെയ്യും, npm സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ തുടങ്ങും. npm റൺ അല്ലേ, npm റൺ മീൻസ് നമ്മൾ സ്ക്രിപ്റ്റിനകത്ത് എഴുതിയിരിക്കുന്ന ഡെവ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൺ ചെയ്യുക. ഡെവ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് എന്താ കൊടുത്തേക്കുന്നത്, നോട്ട് മോൺ സ്പേസ് സെർവർ ഡോട്ട് ജെഎസ്. അപ്പോൾ ഈ നോട്ട് മോൺ ഉപയോഗിച്ച് സെർവർ ഉണ്ടാവും. നോക്കിയേ, കണ്ടോ? ഇപ്പോൾ ഇവിടെ കുറേ സ്ഥലം കണ്ടോ, സ്റ്റാർട്ടിംഗ് നോട്ട് ജെഎസ് സെർവർ, നോട്ട് സ്പേസ് സെർവർ ഡോട്ട് ജെഎസ്, അത് റൺ ആവുന്നു. വാച്ചിങ് എക്സ്റ്റൻഷൻ, ഇപ്പോൾ എല്ലാ ഫയലും വാച്ച് ചെയ്തിരിക്കുക. ഞാൻ ഇവിടെ വന്നിട്ട് ചുമ്മാ സേവ് അടിക്കാൻ നോക്കണം. കണ്ടോ? ഓരോ വട്ടം സേവ് അടിക്കുമ്പോൾ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു ചേഞ്ച് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, പിന്നെ ഒന്ന് എക്സിറ്റ് ചെയ്യേണ്ട. ഇവിടെ പോസ്റ്റ് യൂസർ എവിടെ സെൻഡ് ചെയ്യുന്നു, കിട്ടി. ഈ പോസ്റ്റ് യൂസറിന്റെ ഇത് ഫേമായിരുന്നു, സേവ്ഡ് യൂസ് ചുമ്മാ കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്യേണ്ട, ഇവിടെ വരിക, സെൻഡ് അടിക്കുക, ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പുതിയ ചേഞ്ച് ആണ് വന്നത്. മനസ്സിലായോ? അതാണ് നോട്ട് മോൺ. മനസ്സിലായി? ഇപ്പോൾ ഗെറ്റും പോസ്റ്റ് ചെയ്ത് മനസ്സിലായത് നമ്മൾ നോട്ട് മോൺ ഉപയോഗിച്ച് മനസ്സിലായോ? അപ്പം എന്താ കൊടുത്തത്, npm i ആദ്യം നമ്മൾ നോട്ട് മോൺ ഡെവ് ഡിപെൻഡൻസി ആക്കാൻ npm i -d നോട്ട് മോൺ കൊടുത്തു. അപ്പോൾ ഡെവ് ഡിപെൻഡൻസി ആയിട്ട് ആയി. പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് വന്നിട്ട് ചേഞ്ച് ചെയ്തു. ഇനി npm റൺ ഡെവ് കൊടുത്താൽ ഇത് വർക്കാവും. ഓക്കെ ആണോ? ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറയാം. സാധനങ്ങളൊക്കെ നമ്മൾ നോക്കാതെ ഇപ്പോൾ വീട്ടിൽ തന്നെ നോക്ക്. രണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം. ക്ലാസ് ശരിയാണ്.
ഇല്ല എപ്പോഴും ഉണ്ടാവും. അപ്പം എന്ത് പറഞ്ഞാലും നീ മെയിലേക്ക് എന്നാണ് പറഞ്ഞത്. ഇതേപോലെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അപ്പം അതിനായിട്ട് ആക്സസ് തരണം പറഞ്ഞ മെയിലേക്കാവും. അപ്പൊ അത് പറയാം. ഫയൽ നോക്കാം. ഓക്കെ, അപ്പം അതിനായിട്ട് നമുക്ക് ഡേറ്റാബേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഫയൽ ഇടാൻ പോകാം. ഓക്കെ, അപ്പൊ അതായത് നമുക്ക് ചെയ്യാം. നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഡേറ്റാബേസ് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അതായത് നമുക്ക് ചെയ്യാം, ഫയൽ ഓപ്പറേഷൻസ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്തെടുക്കാം. ഗെറ്റും പോസ്റ്റും പുട്ടും ബാച്ചും ഡിലീറ്റ് ഒക്കെ. ഓക്കെ, ഈ ഫയൽ ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യാം, ഇതിൽ ഫയൽ തന്നെ എടുക്കാം. ഓക്കെ, അപ്പം അതിനായിട്ട് നമുക്ക് ഡേറ്റാബേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഫയൽ ഇടാൻ പോകാം. ഓക്കെ, ഫയൽ എഴുതുന്നു, നമ്മുടെ ഡേറ്റ ഡോട്ട്, നമ്മൾ ആ ഫയൽ TXT അല്ല പകരം ജേസൺ ഫയലാക്കാണ്. എന്തായിരുന്നു ജേസൺ? നമ്മൾ പറഞ്ഞില്ലേ ജേസൺ എന്താണ്? ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ എന്നാണ് ഫുൾ ഫോം. നമുക്ക് ആദ്യമായി നോക്കാം. Okay, JSON, which stands for JavaScript Object Notation, is a lightweight data interchange format that is easy for human to read and write and easy for machines to parse and generate. JSON is often used to transmit data between a server and a web application. JSON represents data as key value pairs similar to JavaScript object literals. Data is organized into objects and arrays, allowing for nested structures. അതായത് ഇത്രേ ഉള്ളൂ. JSON എന്ന് പറയുന്നത് ഡേറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമാറ്റാണ്. നമുക്ക് പല രീതിയിൽ ഡേറ്റ എഴുതാലോ. അപ്പോൾ അതുപോലത്തെ ഒരു ഫോർമാറ്റാണ് JSON. അപ്പോൾ JSON എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റിൽ നമുക്ക് ഡേറ്റ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് റൂൾസ് പോകണം. നമുക്ക് നമ്മൾ സാധാരണ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് വെറുതെ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാം അല്ലെ, സാധാരണ നമ്മൾ ബുക്കിൽ എഴുതുന്ന സ്ഥലം കുറച്ച് ഡേറ്റ ഉണ്ട്, ഒരു പാരഗ്രാഫ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ്സ് ഇട്ട് എഴുതാം, അത് വേറെ രീതി ഓഫ് റെപ്രസെന്റേഷൻ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ടേബിൾ ആയിട്ട് എഴുതാം, അത് വേറെ രീതി ഓഫ് റെപ്രസെന്റേഷൻ. അത് പല രീതിയിൽ നമുക്ക് ഡേറ്റ റെപ്രസെന്റ് ചെയ്യാൻ പറയുന്നത് ഇവിടെ നമുക്ക് പല രീതിയിൽ ഡേറ്റ റെപ്രസെന്റ് ചെയ്യാം. അതിലൊരു ഫോർമാറ്റാണ് JSON. ഇപ്പോൾ ഡേറ്റ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മളിപ്പം ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ എന്ന് വെച്ചാൽ ഇപ്പം പ്രൊഡക്റ്റിന്റെ ഡേറ്റ, കാറ്റഗറി ഡേറ്റ, യൂസറിന്റെ ഡേറ്റ, ഇങ്ങനത്തെ ഡേറ്റ ശരിക്കും സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ യൂസർ ഡേറ്റ എന്ന് യൂസർ ഡേറ്റ എന്ന് പറയുമ്പോൾ ഒരു യൂസറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് ഡേറ്റ. അപ്പോൾ നമുക്കൊരു 10 യൂസേഴ്സിന്റെ ഡേറ്റ ആണെന്ന് വെച്ചാൽ 10 യൂസേഴ്സിന്റെ ഡേറ്റ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയായിരിക്കും 10 യൂസേഴ്സിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്? ഏറ്റവും ബെസ്റ്റ് വേ എന്താ? ഒബ്ജക്റ്റ് ആണെങ്കിൽ അറേ ഓഫ് ഒബ്ജക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു യൂസറിന് വേണ്ടി കൊടുക്കും, ഒരു യൂസറിന് ഒരു ഒബ്ജക്റ്റ് ഇല്ലേ. നമ്മൾ എങ്ങനെ എഴുതാൻ പോകുന്നത്? നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് വാല്യൂ ഇല്ലേ, എന്നിട്ട് നമ്മൾ കീ വാല്യൂ പെയർ ആയിട്ടാണ് ഡേറ്റ എഴുതുക. കാര്യം ഒരു യൂസർ എന്ന് പറയുമ്പോൾ നെയിം ഉണ്ടാവും, ചുമ്മാ എഴുതണേ, നെയിം ഉണ്ടാവും, ഏജ് ഉണ്ടാവും, പ്ലേസ് ഉണ്ടാവും, ഇങ്ങനെ ഡേറ്റ നമുക്ക് എഴുതണം. വെറുതെ എഴുതിയാൽ പോരാ, നമുക്ക് അതിനെ എന്ത് ലേബിൾ ചെയ്ത് എഴുതണം. അതുകൊണ്ട് നമ്മൾ ഒബ്ജക്റ്റ് ഉപയോഗിക്കുക. ഒന്നിൽ കൂടുതൽ യൂസർ ആണെങ്കിൽ നമ്മൾ ഇതിനെ അറേ ആക്കിയിട്ട് അറേ ഓഫ് ഒബ്ജക്റ്റ് ആക്കും. ആദ്യത്തെ ഒബ്ജക്റ്റ് ആദ്യത്തെ യൂസർ, രണ്ടാമത്തെ ഒബ്ജക്റ്റ് രണ്ടാമത്തെ യൂസർ, ഈ രീതിയിലേക്ക് നമ്മൾ എഴുതാം. മൂന്നാമത്തെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ യൂസർ അല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുക. ഇതേപോലത്തെ ഒരു ഫോർമാറ്റാണ് JSON ഫോർമാറ്റ്. JSON ഫോർമാറ്റിൽ നമ്മൾ ഡേറ്റ എഴുതുന്നത് അറേ ഓഫ് ഒബ്ജക്റ്റ് പോലെയാണ്, പക്ഷേ അത് അറേ ഓഫ് ഒബ്ജക്റ്റ് അല്ല. ജാവാസ്ക്രിപ്റ്റിൽ അറേ ഓഫ് ഒബ്ജക്റ്റ് എങ്ങനെ ഇരിക്കും അതേപോലെ അതിനോട് സാമ്യമുള്ള ഫോർമാറ്റാണ് JSON ഫോർമാറ്റ്. അത്രേ ഉള്ളൂ. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ കാണാൻ പറ്റും. കണ്ടോ, ഇതൊരു JSON ഫോർമാറ്റ്, മറ്റേ JSON ഫോർമാറ്റ്. ഇവിടെ നോക്കിയാൽ കീക്കും വാല്യൂനും കീക്ക് കോഡ്സ് ഉണ്ട്. കണ്ടോ, എല്ലാ കീക്കും ഇവിടെ കോഡ്സ് വീഴും. കാണുന്നുണ്ടോ? അത് കേരള ഇവിടുത്തെ ആകെ പ്രത്യേകത കീക്ക് കോഡ്സ് ഉണ്ടെന്നുള്ളതാണ്. ബാക്കി എല്ലാം സെയിം ആണ്. വാല്യൂ ആയിട്ട് നമുക്ക് സ്ട്രിംഗ് കൊടുക്കാം, നമ്പർ കൊടുക്കാം, ഡേറ്റ് കൊടുക്കാം, ബൂളിയൻ കൊടുക്കാം, അറേ കൊടുക്കാം, ഒബ്ജക്റ്റ് കൊടുക്കാം, ഇതെല്ലാം കൊടുക്കാം വാല്യൂ ആയിട്ട്. ഓക്കെ ആണല്ലോ. ഇതാണ് JSON ഫോർമാറ്റ്. JSON ഫോർമാറ്റ് നമ്മൾ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും സ്ട്രിംഗ് ആയിട്ടാണ്. മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ വലിയ അറേ എഴുതിയാലും ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രിംഗ് എഴുതാലോ. ഇതെന്താ, ഇത് അറിയാം സ്ട്രിംഗ് ആണോ? സ്ട്രിംഗ് ആണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിനെ റീഡ് ചെയ്യുമ്പോൾ സ്ട്രിംഗ് ആയിട്ട് റീഡ് ചെയ്യും, നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പം JSON നമുക്ക് രണ്ട് ടൈപ്സ് ഉണ്ട്, ഒന്ന് പാർസ്, ഒന്ന് സ്ട്രിംഗിഫൈ. ഓക്കെ, പാർസ് എന്ന് പറഞ്ഞാൽ ഒരു JSON ഫോർമാറ്റിനെ ഏത് ലാംഗ്വേജ്, നമുക്ക് JSON എന്ന് പറഞ്ഞ ഈ ഫോർമാറ്റ് ഏത് ലാംഗ്വേജ് ഉപയോഗിക്കാം, പൈത്തൺ ഉപയോഗിക്കാം, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാം, സി ഉപയോഗിക്കാം, ഏത് ഉപയോഗിക്കാം. ഓക്കെ, ഏത് ഫോർമാറ്റായാലും നമ്മൾ പാർസ് എന്ന് പറയുന്നത് JSON ഡോട്ട് പാർസ് അല്ലെങ്കിൽ JSON പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ JSON ഉള്ള ഡേറ്റ അതാത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ അറേ ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അറേ ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഒബ്ജക്റ്റ് കൺവേർട്ട് ചെയ്യാം, സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, നമ്പർ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം പൈത്തൺ ആണെങ്കിൽ നമുക്ക് വേറെ രീതി, അവിടെ അറേ ഒന്നുമില്ല, ഒബ്ജക്റ്റ് ഇല്ല, അവിടെ വേറെ, അവിടെ ലിസ്റ്റ് ആണ്, അപ്പോൾ അത് വേറെ രീതി, ഡിക്ഷണറി എന്ന് പറയാം, അവിടെ ഒബ്ജക്റ്റ് പറയാം. അപ്പോൾ അതങ്ങനെ, അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതാണ് പാസ് എന്ന് പറയാം. സ്ട്രിംഗിഫൈ എന്ന് വെച്ചാൽ ഒരു ഡേറ്റയെ JSON ആയിട്ട് മാറ്റുന്നതാണ് സ്ട്രിംഗിഫൈ എന്ന് പറയാം. ഓക്കെ ആണല്ലോ, JSON-നെ അതായത് ഡേറ്റ ആയിട്ട് മാറ്റാൻ വേണ്ടി, അതായത് ലാംഗ്വേജ് ഡേറ്റ ആയിട്ട് മാറ്റാൻ വേണ്ടിയാണ് പാർസ് എന്ന് പറയാം. ഇനി നമുക്ക് JSON-നെ ഡേറ്റയെ JSON ആയിട്ട് മാറ്റാൻ വേണ്ടി സ്ട്രിംഗിഫൈ, ഇതാണ് ടൈം. അപ്പോൾ JSON നമുക്ക് തൽക്കാലം JSON ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എനിക്ക് ഒരു 3 യൂസറിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യണം. 3 യൂസർ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാട്ടാണ്, നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അറേയുടെ ബ്രാക്കറ്റ് നമ്മൾ ചെയ്തു, കോർ ബ്രാക്കറ്റ് 3 ഡേറ്റ ആണല്ലോ. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന ഫസ്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ കീക്ക് എന്നുണ്ട് കോഴ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മളിവിടെ നെയിം എടുത്തു. ഓക്കെ, ഞാൻ കൊടുക്കുന്നു. Age, place, ഓക്കെ, അടുത്തത് ഓക്കെ, ഇങ്ങനെ നമ്മൾ വേറെ കൊടുക്കണം.
നോക്കിയേ ഇവിടെ നമ്മൾ നോക്കിയേ അതിനകത്ത് ഓരോ വെബ്സൈറ്റ് ഇത് ഇന്ന് ചെയ്യാൻ നമുക്ക് ആണെങ്കിൽ വായിച്ച് മനസ്സിലാവും. അതാണ് ഹ്യൂമൻ ഡേറ്റ. അതിൽ മെഷീൻസ് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു ഫോർമാറ്റ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്തിട്ട് ആർക്ക് സെൻഡ് ചെയ്താലും അവർക്ക് ഓക്കെ കാര്യം മനസ്സിലാവും. ഇപ്പോൾ ഇതൊരു യൂസറാണ്, അയാളുടെ ഡീറ്റെയിൽസ് ആണ് ഇത് മനസ്സിലായി. ഹ്യൂമൻ ഡേറ്റ ഫോർമാറ്റ് ആണ് ജേസൺ ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ ജേസണിൽ ഡേറ്റ സ്റ്റോർ ചെയ്തു ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആവശ്യം വെച്ചാൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ തൽക്കാലം ഉള്ള ഡേറ്റാബേസ്. നമ്മുടെ താൽക്കാലികമായിട്ടുള്ള ഡേറ്റാബേസ് ആണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമുള്ള ഡേറ്റാബേസ്. നമ്മൾ അതിന് മോഡിബിക്ക് ഉപയോഗിക്കും തൽക്കാലം ഇത്. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മുടെ API ആണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ബിൽഡ് ചെയ്യാൻ API വെച്ചാൽ യൂസറിന്റെ ഡീറ്റെയിൽസ് ഗെറ്റ് ചെയ്യാൻ പറ്റണം. ഒരു ബാക്ക് എൻഡ് പ്രോഗ്രാം. ഈ പ്രോഗ്രാം വെച്ച് യൂസർ ഡീറ്റെയിൽസ് ഗെറ്റ് ചെയ്യാൻ പറ്റണം, യൂസർ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യാൻ പറ്റണം, പാച്ച് ചെയ്യാൻ പറ്റണം, ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണം. ഇതാണ് നമുക്ക് വേണ്ടത് ഓക്കെയാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു API ആണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് CRUD ഓപ്പറേഷൻ ആണ്. ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. നമ്മൾ ഏതൊരു റിസോഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിന്റെ CRUD ഓപ്പറേഷൻ ചെയ്യും. റിസോഴ്സ് മീൻസ് ഡേറ്റ. ഏതൊരു യൂസറിന്റെ ഡേറ്റ ഉണ്ടെങ്കിൽ അതിന്റെ CRUD ഓപ്പറേഷൻ കാണും. എന്താ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. അതാണ് CRUD CRUD. ഓക്കെ, എപ്പോഴും നമ്മൾ എല്ലാത്തിനും എന്താ കാറ്റഗറി ഉണ്ടെങ്കിൽ കാറ്റഗറിയുടെ CRUD ഓപ്പറേഷൻ അല്ലേ. അതായത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ CRUD ഓപ്പറേഷൻ, യൂസർ ആണെങ്കിൽ യൂസറിന്റെ CRUD ഓപ്പറേഷൻ. ഇതായിരിക്കും നമ്മൾ എപ്പോഴും ചെയ്യാം. ഈ കേസ് നമ്മൾ ഇതിന്റെ CRUD ഓപ്പറേഷൻ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ഗെറ്റ് ചെയ്ത് അപ്പം ഗെറ്റ് ചെയ്ത് /യൂസറിലേക്ക് ഒരാൾ റിക്വസ്റ്റ് അയച്ചാൽ നമ്മൾ എന്താണ് റെസ്പോൺസ് ആയിട്ട് അയച്ചു കൊടുക്കേണ്ടത്? യൂസറിന്റെ ഫുൾ ഡേറ്റ അല്ലെ, ഫുൾ യൂസേഴ്സിന്റെ ഡേറ്റ നമുക്ക് അയച്ചു കൊടുക്കേണ്ടത്. അതിനാണ് നമ്മൾ ഗെറ്റ് ഉപയോഗിക്കുക. നമ്മൾ മറ്റേ മീൽസ് ചെയ്യുന്ന സമയത്ത് കാറ്റഗറീസ് എല്ലാ കാറ്റഗറി കിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അതുപോലെ എക്സ്ട്രാ ചെയ്യുന്നത് നമ്മൾ പ്രൊഡക്ട്സ് ചെയ്തപ്പോൾ എല്ലാ പ്രശ്നം കിട്ടില്ലേ. അപ്പോൾ അതൊരു ഡേറ്റാബേസ് നമ്മൾ എടുത്ത് തരുന്ന ഇവിടെ ഡേറ്റാബേസ് എല്ലാം നമ്മൾ ഫയൽ ഓപ്പറേഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് ഫയൽ റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. ചിലപ്പോൾ ഫയൽ നമ്മൾ ഇതൊരു ഫയലാണ്, ഈ ഫയൽ റീഡ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫയൽ റീഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? FS മൊഡ്യൂൾ അല്ലേ. ഓക്കെ, അപ്പം ഇവിടേക്ക് റിക്വസ്റ്റ് നമ്മൾ ആദ്യം ഫയൽ റീഡ് ചെയ്യണം അല്ലേ, ഫയൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇവിടെ വരുന്നു fs.read ഫയൽ അല്ലേ. ഒന്നാമത്തെ പാരാമീറ്റർ ഫയൽ പേര് ഡാറ്റ റിജക്ഷൻ അല്ലേ. രണ്ടാമത്തെ പാരാമീറ്റർ എൻകോഡിംഗ്. മൂന്നാമത്തത് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന് ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് അത് വരും. സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് റീഡ് ചെയ്ത ഡാറ്റ ഇല്ല, അത് വേരിയബിൾ. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്നത്? കൺസോൾ ചെയ്യാം. ഒന്ന് സെറ്റ് ചെയ്തില്ല, കൺസോൾ ലോഗ് ഡാറ്റ റീഡ് ആവുന്നുണ്ടോ കാര്യങ്ങളല്ലോ. ഓക്കെ, ഞാൻ ഇവിടുന്ന് റിക്വസ്റ്റ് അയക്കുന്നു. ഓക്കെ, ഗെറ്റിലേക്ക് ഹലോ യൂസർ കിട്ടി. റെസ്പോൺസ് നമ്മൾ നോക്കിയാൽ ചുമ്മാ തന്നെയാണ് അയക്കുന്നത്. ഇവിടെ നോക്കിയേ നമുക്ക് റീഡ് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ റീഡ് ചെയ്ത് വന്ന ഡേറ്റ നമുക്ക് റെസ്പോൺസ് അയച്ചാൽ പറയാം. അപ്പം ഈ ഫംഗ്ഷനകത്തെ ആ ഡേറ്റ ഉള്ളൂ അല്ലേ. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസ് അയക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ റെസ്പോൺസ് എടുത്ത് വിടും ഇവിടെ അല്ലേ. മനസ്സിലായി? അതായത് ഇതാണ് ഫയൽ റീഡ് ചെയ്യാനുള്ള ഓപ്പറേഷൻ അല്ലേ. ഫയൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീഡ് ചെയ്ത ഡേറ്റ വെച്ചിട്ട് ഫംഗ്ഷൻ കൊള്ളാവും. റീഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് റെസ്പോൺസ് അയക്കാൻ പറ്റുള്ളൂ ഇല്ലേ. ഫയൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ഫയലിനകത്തുള്ള ഡേറ്റ ആണ് നമ്മൾ റെസ്പോൺസ് അയക്കാം ഇല്ലേ. അപ്പോൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് അയക്കാൻ പറ്റും. നമ്മൾ ഈ റെസ്പോൺസ് അയക്കുന്ന കോഡ് ഈ ഫംഗ്ഷനകത്ത് എഴുതും. ഇതിന് പുറത്തേക്ക് നമുക്ക് ഒരിക്കലും ഡേറ്റ ഇടില്ല. ഡേറ്റയ്ക്ക് ആകെ ആ ഫംഗ്ഷനകത്ത് മാത്രമേ ഫയൽ FS-നുള്ളിൽ മാത്രമേ ഇട്ടുള്ളൂ. ഈ ഒരു ഫംഗ്ഷനിൽ മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റെസ്പോൺസ് ചെയ്യുന്ന ഫംഗ്ഷനകത്ത് എനിക്കാണല്ലോ. നമ്മൾ റീഡ് ചെയ്ത ഡേറ്റ ഉണ്ടല്ലോ, ആ ഡേറ്റയുടെ ഫോർമാറ്റ് എന്താ? സ്ട്രിംഗ് ആണ്. ഇത് JSON എന്ന് പറഞ്ഞു കൊടുത്താലും സ്ട്രിംഗ് ആയിട്ടാണ് റീഡ് ചെയ്യുക. അത് റീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. മൊത്തം നമ്മൾ മറ്റേ ഡബിൾ കോഡ് ഇട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇത് ഒരു സ്ട്രിംഗ് ആയിട്ടാണ് റീഡ് എടുക്കുക. ഓക്കെ, കാര്യം എപ്പോഴും ഫയൽ റീഡ് എടുക്കുന്ന സ്ട്രിംഗ് ആയിട്ടാണ്. ഓക്കെ, അതാണ് ഈ ഡേറ്റയ്ക്ക് ഉണ്ടാവുക. അതാണ് ഈ നമുക്ക് നേരത്തെ നമ്മൾ കൺട്രോൾ ചെയ്ത് കണ്ടത്. ഇങ്ങനെ സ്ട്രിംഗ് ആണ്. ഓക്കെ ആണല്ലോ. ടൈപ്പ് ഓഫ് ഇപ്പം എന്തെങ്കിലും പറയാം. നമുക്ക് സ്ട്രിംഗ് ടൈപ്പ് ഓഫ് എന്താ വെച്ചാൽ ഒരു ഡേറ്റ ടൈപ്പിന്റെ ടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് ടൈപ്പാണ് നമ്മൾ ടൈപ്പ് ഓഫ് നോട്ട് ഡേറ്റ നോട്ട് ഡേറ്റയുടെ ടൈപ്പ് എന്താണ്, ഡേറ്റ ടൈപ്പ് എന്താണെന്ന് കാണിച്ചു തരും. നമ്മൾ കണ്ടല്ലോ സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് ആയിട്ടാണ് റീഡ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് സെൻഡ് കൊടുത്തു. ഞാൻ ഈ ഡേറ്റയെ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഒരു കാര്യം ചെയ്യാം, റിക്വസ്റ്റ് അയക്കാം. നമുക്ക് റെസ്പോൺസ് കിട്ടി. നമുക്ക് കിട്ടിയ റെസ്പോൺസ് സ്ട്രിംഗ് ആയിട്ടാണ് കിട്ടിയത്. ഇതും ഒരു സ്ട്രിംഗ് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഇനി ഇത് ശരിക്കും ഫ്രണ്ടിലൊക്കെ യൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ സ്ട്രിംഗ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്ട്രിംഗ് നമ്മൾ അതിനെ കൺവേർട്ട് ഒക്കെ ചെയ്യണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടുന്ന് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് ഫോർമാറ്റ് സെൻഡ് ചെയ്യും. നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത് JSON ഫോർമാറ്റാണ്, സ്ട്രിംഗ് ഫോർമാറ്റ് അല്ല. പകരം നമ്മൾ എപ്പോഴും ഡേറ്റ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത് സ്ട്രിംഗ് ഫോർമാറ്റ് സെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് JSON ഫോർമാറ്റ് സെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെ JSON ഫോർമാറ്റ് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രിംഗ് കിട്ടിയല്ലോ. നമ്മൾ JSON ഫോർമാറ്റ് സെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ JSON എന്ന് പറയുന്ന ഒരു സെൻഡിന് പകരം JSON ആണ് ഉപയോഗിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ ഡാറ്റ കൊടുത്താൽ ഈ ഡേറ്റയെ JSON ആയിട്ട് സെൻഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇവിടെ കാര്യമുണ്ട്. ഞാൻ സേവ് പഠിക്കുന്നു. ഞാൻ ഇവിടെ വരുന്നു, സെൻഡ് കൊടുക്കുന്നു. നമുക്ക് കിട്ടിയത് JSON ഫോർമാറ്റ്. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട്. ഇവിടെ കുറെ സ്ലാഷ് എന്നൊക്കെ ഇറക്കിയിരിക്കുന്നുണ്ടോ? കുറെ സ്ലാഷും കിടക്കുന്നുണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് റീഡ് ചെയ്തല്ലോ. നമ്മൾ ഏതിനാ റീഡ് ചെയ്തേ? ഇതിനെ. അപ്പം ഇതെന്ത് ചെയ്തു? ഇത് ആദ്യമേ റീഡ് ചെയ്യും. അപ്പം എന്ത് ഇവിടെ സ്ലാഷ് വരും. ഇവിടെ കുറെ എല്ലാം വേറെ വേറെ ലൈനിലല്ലേ കിടക്കുന്നത്. ഇതിന്റെ എല്ലാം ന്യൂ ലൈൻ കയറും. നമ്മൾ ആ ഒരു ഇവിടെ എടുക്കുന്ന സമയത്ത് റീഡ് എടുക്കുന്ന സമയത്ത് ആ ന്യൂ ലൈനോട് നമുക്ക് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത് കളയാൻ പറ്റുന്ന ചെയ്യുന്നത് നമ്മൾ ആദ്യമേ റീഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ സ്ട്രിംഗ് ആണല്ലോ. ഈ സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? JSON സെൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് മാറ്റാം. ഇതങ്ങനെ മാറ്റി നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്ത് നമ്മൾ അതിനെ റീഡ് സമയത്ത് എങ്ങനെ കിട്ടിയാൽ നമുക്ക് ഈ ഒരു ഡേറ്റ സ്ട്രിംഗ് ആയിട്ട് റീഡ് ചെയ്തു. ഇത് സ്ട്രിംഗ് ആയിട്ട് റീഡ് സമയത്ത് ഇതിനകത്ത് കുറെ ന്യൂ ലൈൻസ് കൂടെ വരും. കാര്യം ഇത് എന്താ? ഇത് ഫസ്റ്റ് ലൈൻ കിടക്കുന്നു.
പിന്നെ ബാക്കിയുള്ള ഡേറ്റ കിടക്കുന്നത് സെക്കൻഡ് ലൈനാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ലാഷ് ഉണ്ടാവും. സ്ട്രിങ്ങിനകത്ത് സ്ലാഷ് ഉണ്ടെങ്കിൽ അടുത്ത ലൈൻ വരുള്ളൂ. അപ്പൊ അത് റീഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ന്യൂ ലൈനോട് റീഡ് ആയി വരും. അതാണ് സ്ലാഷിന് വന്നേക്കുന്നത്. ഓക്കെ, നമ്മുടെ ആവശ്യം ന്യൂ ലൈൻ റിമൂവ് ആണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാം? റീഡ് ചെയ്ത് കിട്ടിക്കുന്ന ഡേറ്റ സ്ട്രിങ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അതെങ്ങനെ ചെയ്യാം? ഞാൻ ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റ് നോക്കാം, നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ ആണല്ലോ. ഞാൻ ഇവിടെ കോൺസ്റ്റ് ന്യൂ ഡാറ്റ ഈക്വൽ ടു കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ ഡാറ്റ ഡോട്ട്, ഇപ്പൊ നമ്മുടെ ഡാറ്റ എന്താ അപ്പൊ ജേസൺ ഡോട്ട് ഓർമ്മ ജേസൺ ഡോട്ട്. അപ്പം ഇത് സ്ട്രിങ് ആണ്. ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്യുന്നു പാർസ് ഓഫ് ഇപ്പൊ എന്താ വരും നോക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ന്യൂ ഡാറ്റ സെൻഡ് ചെയ്യുന്നു. ഈ പാർസ് എന്താ ഉപയോഗിക്കുന്നത് പറഞ്ഞേ? അപ്പൊ ഞാൻ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് എന്താ കിട്ടി നോക്കിയേ? ജേസൺ ഫോർമാറ്റ് തന്നെ കിട്ടി. ആ ന്യൂ ലൈൻ എല്ലാം ഒഴിവായി. അതിനെ വെച്ചാൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇവിടെ റീഡ് ചെയ്തപ്പോൾ നമുക്ക് സ്ട്രിങ് കിട്ടി. നമ്മൾ ആ സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്തു? ജേസണിൽ നിന്ന് മാറ്റി. അതായത് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ജേസൺ, ഞാൻ പറഞ്ഞു ഈ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ജേസൺ ഫോർമാറ്റ്. അപ്പൊ നമുക്ക് ഈ ഡാറ്റ നമ്മൾ ചെയ്തപ്പോൾ സ്ട്രിങ് ആയിട്ട് കിട്ടിയ, അതായത് ഈ ജേസനെ സ്ട്രിങ് ആയിട്ട് റീഡ് എടുത്തു. ജേസൺ പറഞ്ഞ ഫോർമാറ്റ് ഇല്ല, ഡാറ്റ ടൈപ്പ് ഇല്ല. ഇത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഫോർമാറ്റ് ഡാറ്റ ടൈപ്പ് ഇല്ല ജേസൺ പറഞ്ഞിട്ട്. നമ്മൾ ഇതിനെ റീഡ് ചെയ്യുമ്പോൾ സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്തു. നമ്മളിവിടെ ജേസൺ ഡോട്ട് പാർസ് വിളിച്ചാൽ ഈ സ്ട്രിങ്ങിനെ ഈ ലാംഗ്വേജിലുള്ള ഇതിന് പകരം ഇതിപ്പോ നോക്കുവാണെങ്കിൽ അറേ ഒബ്ജക്റ്റ് ആണ്. ഈ അറേ ഒബ്ജക്റ്റ് പോലെയാണ് ഇരിക്കുന്നത്. അതിന്റെ ജേസൺ റെപ്രസെന്റേഷൻ ഡേറ്റയിലുള്ളത് അതിനെ കൺവേർട്ട് ചെയ്ത് ശരിക്കുള്ള അറേ ഒബ്ജക്റ്റ് മാറ്റും. അത് ഈ ന്യൂ ഡാറ്റ എന്ന് പറയുന്നത് ശരിക്കുള്ള അറേ ഓഫ് ഒബ്ജക്റ്റ് ആവും. ഞാൻ ഇവിടെ ന്യൂ ഡാറ്റ കൺസോൾ ചെയ്തിട്ട് മനസ്സിലാവും. ന്യൂ ഡാറ്റ ഇത് ശരിക്കുള്ള അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പാസ് എടുക്കുമ്പോൾ ആ സ്ട്രിങ്ങിനകത്തൊന്നും ചെയ്യും, ആ ഡേറ്റയ്ക്കകത്തൊന്ന് അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റും. ഇതാണ് കിട്ടി, അറേ ഓഫ് ഒബ്ജക്റ്റ് ആയില്ലേ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നു അതിനെ ജേസൺ ആയിട്ട് സെൻഡ് ചെയ്യുന്നു. അപ്പൊ അറേ ഓഫ് ഒബ്ജക്റ്റ് നമ്മൾ ജേസൺ ആക്കി കഴിഞ്ഞാൽ ന്യൂ ലൈൻ വരത്തില്ല, ഡാറ്റ ജേസൺ ആയിട്ട് മാറും. അപ്പം ഈ കിട്ടിയത് നോക്കിയിട്ട് നെയിം കണ്ടോ, നെയിം ക്രിസ്ത്യാനോ ഏജ്, ഇത് കറക്റ്റ് അറേ ഓഫ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ ന്യൂ ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ അതൊക്കെ വന്നിരിക്കുന്നത് ഇതിനെ റീഡ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റിയിട്ടാണ് ന്യൂ ഡാറ്റ വന്നിരിക്കുന്നത്. ഇനി നമ്മളത് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജേസൺ ആയിട്ട് സെൻഡ് ചെയ്യണം. നമ്മൾ റീഡ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് സ്ട്രിങ് ആയിട്ടാണ്. കേട്ടോ, അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ജേസൺ ആയിട്ട് സെൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ ഡോട്ട് ജേസൺ കൊടുത്തിട്ട് ന്യൂ ഡാറ്റ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ജേസൺ ആയിട്ട് സെൻഡ് ആവും. നമ്മൾ ഗെറ്റ് ചെയ്യുന്ന സമയത്ത് ജേസൺ ആയിട്ട് ഡാറ്റ കിട്ടും. കേട്ടോ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഗെറ്റ് വിളിച്ചപ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ റീഡ് എടുത്തു. നമുക്ക് അടുത്തും കൂടെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ചെയ്യാം പോസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യണം? യൂസർ ഇവിടെ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഈ ഫയലിലേക്ക് കാട്ടും. നമ്മൾ തീർച്ചയായിട്ടില്ല പോസ്റ്റ്. ഓക്കെ, നമുക്ക് ഈ ഫയലിലേക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. നമ്മൾ പറഞ്ഞായിരുന്നു യൂസർ സെൻഡ് ചെയ്യുന്ന ഡാറ്റ എവിടെയാണ് വരിക? ബോഡിയിലാണ് വരിക എന്ന് പറഞ്ഞാൽ വേണ്ടോ? നമ്മൾ റിക്വസ്റ്റിനകത്ത് ബോഡിയിലാണ് ഈ യൂസർ സെൻഡ് ചെയ്യുന്ന ഡാറ്റ വരിക. ഈ ബോഡി പോസ്റ്റിനും പാസിനും മാത്രമേ ഉള്ളൂ പറഞ്ഞായിരുന്നു. ഗെറ്റിനില്ല, ഡിലീറ്റിനില്ല, പോസ്റ്റിനും പാസിനും. പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ യൂസർ അവിടെ ഡാറ്റ സെൻഡ് ചെയ്യും. യൂസർ സെൻഡ് ചെയ്യുന്ന ഡാറ്റ വരുന്നത് റിക്വസ്റ്റിനകത്ത് ബോഡിയിലാണ്. അതായത് നമുക്ക് ഈ ഒരു പോസ്റ്റിനകത്ത് അത് കിട്ടണമെങ്കിൽ നമ്മളിവിടെ റിക് ഡോട്ട് ബോഡി കൺസോൾ ചെയ്താൽ മതി. റിക് ഡോട്ട് ബോഡിയിൽ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനി ഇതെങ്ങനെ സെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പോസ്റ്റ്മാൻ വഴിയാണ് സെൻഡ് ചെയ്യുക. പോസ്റ്റ്മാൻ വരുന്നു. നമ്മൾ ഇനി ഫ്രണ്ട് എൻഡ് ഉപയോഗിക്കുമ്പോൾ അവിടെ സെൻഡ് ചെയ്യാൻ പറ്റും. തൽക്കാലം നമ്മൾ പോസ്റ്റ്മാൻ സെൻഡ് ചെയ്യുന്നു. പോസ്റ്റ്മാനിൽ മെത്തേഡ് പോസ്റ്റ് ആക്കുന്നു. ഇത് സെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ബോഡിന്റെ ഓപ്ഷൻ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പോസ്റ്റ്മാൻ നോക്കിയാൽ സാധനം ഉണ്ടോ ഇല്ലേ? ഇനി ബോഡി എടുക്കുക, എന്നിട്ട് ഇവിടെ റോ എടുക്കുക. റോ ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നത് TXT ആയിരിക്കും. ജേസൺ ആണോ? ഓക്കെ, അപ്പൊ ഇത് ജേസൺ യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഇങ്ങനെയാണോ? റോ ബോഡി എടുക്കുക, അതന്നെ. അപ്പൊ റോ ചൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ജേസൺ എടുക്കുക, സെലക്ട് ചെയ്യാം. ഇപ്പൊ സെലക്ട് വെച്ചാൽ ഒന്നെങ്കിൽ ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും. ഇത് ഇങ്ങനെയാണ് വരിക. ഇവിടെ ബോഡി എടുക്കുക, റോ സെലക്ട് ചെയ്യുക, ജേസൺ ആക്കുക. ആക്കില്ലേ? ജേസൺ. ഓക്കെ, ഇനി എന്താ വെച്ചാൽ സെൻഡ് ചെയ്യുന്നത് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ജേസൺ ഫോർമാറ്റ് തന്നെ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ സെൻഡ് ചെയ്യുന്ന ഒരു യൂസറിനെയാണ്. ഒരു യൂസർ എന്ന് പറയുമ്പോൾ ഏത് ഫോർമാറ്റ് സെൻഡ് ചെയ്യുന്നത്? അറേ ഒബ്ജക്റ്റ് വരെ, അറേ ഒബ്ജക്റ്റ് വരെ. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റിന്റെ ബ്രാക്കറ്റ് ഇടുന്നു, എന്നിട്ട് നമ്മൾ കൊടുക്കുന്നു നെയിം. ഓക്കെ ആണല്ലോ. എന്താ ഇവിടെ കീ എല്ലാം നമ്മൾ നെയിം കോഴ്സ് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇതേപോലെ ഇവിടെ നമ്മൾ സെൻഡ് ചെയ്തത് ജേസൺ ഫോർമാറ്റിലാണ്. അതുകൊണ്ട് ഇവിടെ ജേസൺ കൊടുക്കുന്നത് ജേസൺ ഫോർമാറ്റ് സെൻഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ സെൻഡ് അടിക്കുന്ന സമയത്ത് നമ്മുടെ റിക്വസ്റ്റഡ് ബോഡിക്കകത്ത് ഡാറ്റ വരും. പോസ്റ്റ് ആണല്ലോ. പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ കൺസോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? അൺഡിഫൈൻഡ്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ വരേണ്ടത് റിക്വസ്റ്റഡ് ബോഡിയിലാണ്. റിക്വസ്റ്റഡ് ബോഡിയിൽ ഡാറ്റ വരുന്നുണ്ട്. പക്ഷേ അതിന്റെ അല്ല, റിക്വസ്റ്റ് വന്നതിന് ശേഷം ഇത് വർക്ക് ആവുള്ളൂ. റിക്വസ്റ്റ് വന്നതിന് ശേഷം ഇത് വർക്ക് ആവുള്ളൂ. അതുകൊണ്ട് അവിടെ സിംഗിൾ പ്രശ്നമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അവിടെ സെൻഡ് ചെയ്യുന്ന ഡാറ്റ, ഈ ഡാറ്റ സെൻഡ് ആവുന്നത് എങ്ങനെ? ബൈനറി ആയിട്ടാണ്. നമ്മളിവിടെ ജേസൺ നമ്പർ സെൻഡ് ചെയ്താലും ഇന്റർനെറ്റ് വഴി പാസ് ചെയ്യുന്നത് ബൈനറി ഫോർമാറ്റല്ല. ഈ ബൈനറി ഫോർമാറ്റ് വരുന്ന ഡാറ്റ നമുക്ക് കൺസോൾ ചെയ്താൽ കിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അത് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആപ്പിലെ ഇത് എന്തിനാണ് ചെയ്യുന്നത് കുറച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിന് പറയുന്നത് മിഡിൽ വെയർ ആണ്. ഓക്കെ, ഇവിടെ ഒരു സാധനം കണക്ട് ചെയ്യണം. ഓക്കെ, മിഡിൽ വെയർ അടുത്ത നമ്മൾ നോക്കും. തൽക്കാലം നമ്മൾ പോസ്റ്റ് പഠിക്കാൻ വേണ്ടി ഇത് വെറുതെ ചെയ്യുന്നു. ഇവിടെ വരിക, ആപ്പ് ഡോട്ട് യൂസ് കൊടുക്കുക, ഏറ്റവും ടോപ്പിൽ, എന്നിട്ട് ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് എക്സ്പ്രസ് നമ്മുടെ എക്സ്പ്രസിലെ ഡോട്ട് ജേസൺ എന്ന് കൊടുത്തേക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ അയക്കുന്ന റിക്വസ്റ്റിനകത്തുള്ള ജേസൺ ആയിട്ടുള്ള ഡാറ്റയെ എടുത്ത് കൺവേർട്ട് ചെയ്ത് റിക്വസ്റ്റഡ് ബോഡിക്കകത്തേക്ക് ആക്കി തരും. ഓക്കെ, ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ചെയ്യുമ്പോൾ നോക്കാം. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ കറക്റ്റ് ചെയ്യാൻ പറയാം. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ നമ്മൾ ഏത് ഫോർമാറ്റിലാണ് സെൻഡ് ചെയ്യുന്നത്? ജേസൺ എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ശരിക്കും സെൻഡ് ആവുന്നത് ബൈനറിലാണ്.
ഓക്കെ. പക്ഷെ ബൈനറി ആകുമ്പോഴും അതിനകത്ത് മാറ്റിയിട്ടുണ്ട് ഓരോ ഡേറ്റിന്റെ ശരിക്കുള്ള ഫോർമാറ്റ് എന്താണ് ഉണ്ടാവല്ലോ. ഓക്കെ. ഇനി ഇത് റിക്വസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ആപ്പ് ഡോട്ട് യൂസ് എക്സ്പ്രസ് ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പൊ ആദ്യമേ റിക്വസ്റ്റ് വരുന്നത് ഇതിലേക്കായിരിക്കും. അപ്പൊ എന്ത് വെച്ചാൽ റിക്വസ്റ്റ് വരുന്നത് ബൈനറി ഫോർമാറ്റിലായിരിക്കും. അപ്പൊ ബൈനറി ഫോർമാറ്റിനകത്തുള്ള ശരിക്കുള്ള ജേസൺ ഫോർമാറ്റിലുള്ള ഡേറ്റ ഉണ്ടല്ലോ, അത് ജേസൺ മാർക്ക് ചെയ്തേക്കുന്നത്, അതിനെ എടുത്ത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലേക്ക് മാറ്റും. അതായത് ഇവിടുത്തെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ അറേ ഒബ്ജക്റ്റ് ആയിരിക്കും, ഒബ്ജക്റ്റ് ഫോർമാറ്റ് മാറ്റിയിട്ട് റിക്വസ്റ്റിനകത്തുള്ള ബോഡി എന്ന് പറഞ്ഞ കീയിലേക്ക് സെറ്റ് ചെയ്ത് തരും. അതായത് ഇനി റിക്വസ്റ്റഡ് ബോഡി നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് കൺവേർട്ട് ചെയ്ത് നമുക്ക് വേണ്ട ഫോർമാറ്റിലാവും. നോക്കിയേ, നമ്മളോട് സെൻഡ് ചെയ്ത ഡേറ്റ കിട്ടിയില്ലേ, എവിടെ കിട്ടി? ഈ റിക്വസ്റ്റഡ് ബോഡിയിൽ കിട്ടി. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പോസ്റ്റ് നോക്കാം, ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് കണക്ട് ചെയ്താലേ ഇത് കിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യുന്നതാണ് ഇത് കണക്ട് ചെയ്യാനുള്ളത്. ഇത് കണക്ട് ചെയ്താലേ നമുക്ക് ഇവിടെ ബോഡിയിൽ ഡേറ്റ കിട്ടുള്ളൂ. നമ്മുടെ ആവശ്യം എന്താ? ബോഡിയിൽ ഡേറ്റ ഉണ്ട്. നമ്മുടെ ആവശ്യം എന്താ? ഇത് ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം, ഇല്ലേ? അപ്പൊ അതെങ്ങനെ ചെയ്യാം? ഫസ്റ്റ് തൊട്ട് റൈറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? റൈറ്റ് ചെയ്യുമ്പോൾ റീപ്ലേസ് ആവില്ലേ? അപ്പൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൻഡ് ചെയ്യുമ്പോൾ എങ്ങോട്ട് അപ്പൻഡ് ആവുന്നത്? നമ്മൾ അപ്പൻഡ് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി ഡേറ്റ വരുന്നത് ഏറ്റവും ലാസ്റ്റ് ലൈനിലായിരിക്കും. അതായത് ഇവിടെ ആയിരിക്കും വരിക. അതും പറ്റില്ല. നമുക്ക് വേണ്ട എന്താ? നമുക്ക് വേണ്ടത് ഈ അറക്കകത്ത് അടുത്ത എലമെന്റ് ആയിട്ട് വേണം, അടുത്ത ഒബ്ജക്റ്റ് ആയിട്ട് വേണ്ടത് വരാൻ. അപ്പൊ നമ്മൾ റൈറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുക. നമ്മൾ ആദ്യം ഇത് റീഡ് ചെയ്തെടുക്കും, എന്നിട്ട് ഇതിനെ അറയാക്കി മാറ്റും, അറേ ഒബ്ജക്റ്റ് മാറ്റും, എന്നിട്ട് അതിലേക്ക് പുഷ് ചെയ്യും, എന്നിട്ട് പിന്നെ അതുകൊണ്ട് റൈറ്റ് ചെയ്യും. മനസ്സിലായോ? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യമേ ഫയലിനെ റീഡ് ചെയ്യാനുള്ള. മനസ്സിലായി പറഞ്ഞ കാര്യം? അതായത് നമ്മൾ അപ്പൻഡോ റൈറ്റോ ചെയ്യാണ്. റൈറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് വരും? ഇത് ഫുൾ റീപ്ലേസ് ആയിട്ട് മറ്റേ ഒബ്ജക്റ്റ് നമ്മൾ റൈറ്റ് ചെയ്യുന്ന എംബാപ്പയുടെ ഒബ്ജക്റ്റ് വരും. ഇനി നമ്മൾ അപ്പൻഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ഫയലിന്റെ ഏറ്റവും ലാസ്റ്റ് ആണ് എപ്പോഴും അപ്പൻഡ് വർക്ക് ആവുക, ഈ അറക്കകത്ത് കയറില്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ വെച്ചാൽ നമ്മൾ ആദ്യം ഇതിനെ റീഡ് ചെയ്തെടുക്കുന്നു. റീഡ് ചെയ്യുമ്പോൾ ഈ ജേസനെ റീഡ് നമ്മൾ എടുത്തു, സ്ട്രിംഗ് ആയിട്ട് കിട്ടും. നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് അറേ ഓഫ് ഒബ്ജക്റ്റ് ആക്കി മാറ്റും. എന്നിട്ട് ഈ വരുന്ന ഡേറ്റ നമ്മൾ ഈ അറയിലേക്ക് പുഷ് ചെയ്യും. അപ്പൊ അറയിൽ 4ാമത്തെ എലമെന്റ് ആയിട്ട് അത് ആഡാവും. എന്നിട്ട് ഈ അറേ എടുത്ത് നമ്മൾ റൈറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അറേ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ അതിന് സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സ്ട്രിംഗ് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ വരുന്നു, fs ഡോട്ട് റീഡ് ഫയൽ വെച്ച് റീഡ് ചെയ്തു. റീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ന്യൂ ഡേറ്റയ്ക്കകത്ത് നമുക്ക് ആ ഒരു നമ്മൾ റീഡ് ചെയ്ത ഡേറ്റ അറേ ആയിട്ട് കിട്ടി, പോസ്റ്റ് ചെയ്ത പോലെ തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ റിക്വസ്റ്റഡ് ബോഡിക്കകത്ത് എന്തുണ്ട്? ഡേറ്റ ഉണ്ടല്ലോ. ഇവിടെ വന്നിട്ട് ന്യൂ ഡേറ്റ ഡോട്ട് പുഷ് എന്ത് കൊടുക്കുന്നു? ഡോട്ട് ബോഡി. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ വന്ന് സെൻഡ് അടിച്ചിട്ട് കൺസോൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ റൈറ്റ് ചെയ്തിട്ടില്ല, സെൻഡ് അടിക്കുന്നു. സെൻഡ് ചെയ്യുന്നത് അറേ ഒബ്ജക്റ്റ് ആണ്, നമ്മൾ അതിനനുസരിച്ച് കോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ സെൻഡ് അറിയാണെങ്കിൽ നമ്മൾ യൂസർ ബൾക്ക് എന്നെല്ലാം കൊടുക്കും. ബൾക്കായിട്ട് സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മൾ വെക്കണം. മനസ്സിലായി? അല്ലെങ്കിൽ നമ്മൾ അതിന് ടൈപ്പ് ഓഫ് നോക്കിയിട്ട് അത് അങ്ങനെ മാറ്റിയിട്ട് ചെയ്യേണ്ടി വരും. ഈ കേസ് അത് പറ്റില്ല. ഈ കേസ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അത് റീഡ് ചെയ്തു, എന്നിട്ട് നമുക്ക് ന്യൂ ഡേറ്റ ഒന്ന് കൺസോൾ ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് ന്യൂ ഡേറ്റ. ഓക്കെ. ഇതിലൂടെ സെൻഡ് അടിക്കുകയാണെങ്കിൽ അതും ഇതിനകത്ത് ആഡായിട്ട് ന്യൂ ഡേറ്റ ആഡായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ന്യൂ ഡേറ്റ ഇന്ന് നോക്കുവാനുള്ള നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ട് റീഡ് ചെയ്തെടുത്തോണ്ട് എല്ലായി. ഇനി നമുക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് റൈറ്റ് ചെയ്യണം. അപ്പൊ റൈറ്റ് ചെയ്യേണ്ടത് റീഡ് ചെയ്തതിന് ശേഷമാണ്. അപ്പൊ നമ്മൾ എവിടെ എഴുതും? ഇതിനകത്ത് തന്നെ എഴുതണം. ഫസ്റ്റ് ഡോട്ട് റൈറ്റ് ഫയൽ. റൈറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ്ടേ? ഒന്നാമത് ഫയലിന്റെ പേര്, രണ്ടാമത് റൈറ്റ് ചെയ്യേണ്ട ഡേറ്റ. റൈറ്റ് ചെയ്യേണ്ട ഡേറ്റ എവിടെയുള്ള? ന്യൂ ഡേറ്റ. ന്യൂ ഡേറ്റ ഉള്ള ഫോർമാറ്റ് എന്താ? അറേ ഓഫ് ഒബ്ജക്റ്റ് ആണ്. റൈറ്റ് ചെയ്യാൻ പറ്റില്ല, സ്ട്രിംഗ് അറേ റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ട് കോൺസ്റ്റ് സ്ട്രിംഗ് ഡേറ്റ ഈക്വൽ ടു ന്യൂ ഡേറ്റ. ഓക്കെ. അതാണ് ജേസൺ ഡോട്ട് സ്ട്രിംഗിഫൈ ഓഫ് ന്യൂ ഡേറ്റ. അപ്പൊ അത് സ്ട്രിംഗ് ആയിട്ട് മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഫയൽ കോമ സ്ട്രിംഗ് ഡേറ്റ കോമ എൻകോഡിംഗ് ക്യാരക്ടർ etf8. റൈറ്റ് ആയതിനു ശേഷമാണ് റെസ്പോൺസ് വേണ്ടത്, അല്ലേ? രണ്ടാമത്തെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? റെസ്പോൺസ് റൈറ്റ്. അപ്പൊ താഴെ റെസ്പോൺസ് എഴുതരുത്, 2 റെസ്പോൺസ് നമ്മൾ അങ്ങനെ എഴുതിയിട്ടില്ലേ? ഇവിടെ നിന്ന് റൈറ്റ് ആയതിനു ശേഷം റെസ്പോൺസ് വേണം. ഇപ്പൊ എന്താ സ്റ്റാറ്റസ് 201 കൊടുക്കാം, ക്രിയേറ്റഡ് എന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? രണ്ടുകൂടാണ്ട് നമുക്ക് ജെയ്സൺ ഫോർമാറ്റും സെൻഡ് ചെയ്യാം. ജെയ്സൺ മെസ്സേജ് എന്ന് പറയാൻ സെൻഡ് ചെയ്യാം. മെസ്സേജ് എന്താ? യൂസർ ആഡ് സക്സസ്ഫുൾ ടൈപ്പ് ചെയ്തു. ഓക്കെ. ഓരോ സ്റ്റെപ്പ് മനസ്സിലായി? നമ്മൾ അത് റീഡ് ചെയ്തു, കൺവേർട്ട് ചെയ്തു, അറേ ആക്കി, അതിലേക്ക് നമ്മുടെ സെൻഡ് ചെയ്ത ഡേറ്റ ആഡ് ചെയ്തു. അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഫയൽ ഉപയോഗിക്കാതെ ഡേറ്റാബേസ് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ ഇത്ര ഓപ്പറേഷൻ നമ്മൾ ചെയ്യണം. റീഡ് ചെയ്യണം, റൈറ്റ് ചെയ്യണം. 1,00,000 ഡേറ്റ ഉണ്ടെങ്കിൽ ചെയ്യുക. 1,00,000 ഡേറ്റ റീഡ് ചെയ്യണം, അതിലൊന്നുകൂടെ ആഡ് ചെയ്യണം, അത് പിന്നെ റൈറ്റ് ചെയ്യണം. ഭയങ്കര കോംപ്ലക്സ് ഓപ്പറേഷൻ ആണ്, ഒരുപാട് ടൈം എടുക്കുന്ന ഓപ്പറേഷൻ ആണ്. നമ്മൾ ഈ ഫയൽ റീഡിങ്ങിന്റെ ആ ഒരു എന്താ ഒരു പാടറിയാത്തതിന്റെ കാര്യം വെച്ചാൽ നമ്മൾ 3-4 ഡേറ്റ ഉള്ളൂ ഫയലിൽ. 1,00,000 ഡേറ്റ ഉണ്ടെങ്കിൽ റീഡ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും, റെസ്പോൺസ് നല്ല ടൈം എടുക്കും, ഇല്ലേ? അതാണ് നമ്മൾ ഡേറ്റാബേസ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇത് തൽക്കാലം പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുള്ളൂ.
അല്ല നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താ, ഗെറ്റും പോസ്റ്റും പുട്ടും ബാച്ചും ഒക്കെ എങ്ങനെ ഗെറ്റ് ചെയ്യാം, എങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യും, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, സെൻഡ് അടിക്കുന്നു, മെസ്സേജ് വന്നു, യൂസർ ആഡ് സക്സസ്ഫുള്ളി. നമ്മുടെ ഫയൽ തുറന്ന് നോക്കുവാണെങ്കിൽ ഫയലിനകത്ത് അത് ആടായി കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഗെറ്റ് ചെയ്യുവാണെങ്കിലോ, ഇനി നമുക്ക് ഗെറ്റ് വിളിച്ച് നോക്കാം. നേരത്തെ ഗെറ്റ് വിളിച്ചപ്പോൾ നമുക്ക് 3 ഡേറ്റ ഉണ്ടായിരുന്നുള്ളൂ, ഇനി ഗെറ്റ് വിളിക്കുമ്പോൾ 4 ഡേറ്റ കണ്ടോ. ഇനി നമ്മൾ ഓഫ് ചെയ്താലൊന്നും പോകത്തില്ല, കാര്യം ഫയലിലേക്ക് റൈറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഗെറ്റും പോസ്റ്റും ഒന്ന് ട്രൈ നോക്കിയേ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ ഇത്? ചെയ്തായിരുന്നു. ഓക്കെ, ബാക്കി ആ ഡേറ്റ വന്നൊക്കെ മനസ്സിലായോ? അതല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആണല്ലോ, അപ്പം അതെല്ലാം യുണീക്ക് ആയിരിക്കും, ഇതായിരിക്കില്ല ഇത്, കാരണം വ്യത്യാസമുണ്ട്. ഓക്കെ ആണല്ലോ, അപ്പൊ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പൊ ഇവർ ഈ യൂണിക് എന്ന് പറഞ്ഞ പാക്കേജ് ഇവർ ക്രിയേറ്റ് ചെയ്തിരുന്നത് ടൈം ഒക്കെ ബേസ് ചെയ്താൽ. കാരണം ഇപ്പൊ നമ്മൾ എപ്പോഴാണ് ശ്രമിക്കാൻ പോകണം. ഇനി പോസ്റ്റ് വഴി ഡേറ്റ ആടിയ സമയത്ത് ഡേറ്റയ്ക്ക് വന്നല്ലോ, നോക്കായിരുന്നെങ്കിൽ ആടായി. എന്തോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതായത് നമ്മൾ ഇതിന് ഡിലീറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണം, അതുപോലെ പാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന് ഐഡി വേണം. ഓക്കെ ആണല്ലോ, നമ്മൾ എപ്പോഴും ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിന് യൂണിക് ഐഡന്റിഫൈ ചെയ്യാൻ ഐഡി വേണം. ഓക്കെ ആണല്ലോ, ഇപ്പോൾ നമ്മുടെ ഡേറ്റയ്ക്ക് ഐഡി ഒന്നുമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ ഡിലീറ്റ് ചെയ്യണം, അതിനെ സൂചിപ്പിക്കണ്ടേ, അതിലേക്ക് പോയിന്റ് ചെയ്യണം, അതിനൊക്കെ പോയിന്റ് ആണെങ്കിൽ എന്താണ് അതിന്റെ ഐഡി വേണം. ഓക്കെ ആണല്ലോ, ഓക്കെ. അപ്പോൾ അതെങ്ങനെ എടുക്കും നോക്കാം, ഐഡി. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമ്മുടെ ഡേറ്റ നോക്കുമ്പോൾ ഡേറ്റയ്ക്ക് ഒന്നും ഐഡി ഇല്ല, ചുമ്മാ നമ്മൾ ആഡ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ ആഡ് ചെയ്യുന്നില്ല, ഉള്ള എല്ലാ ഡേറ്റയും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ പോസ്റ്റ് വഴി ആഡ് ചെയ്യാൻ ശ്രമിക്കാൻ പോകണം. ഇനി പോസ്റ്റ് വഴി ഡേറ്റ ആഡിയ സമയത്ത് ഡേറ്റയ്ക്ക് ഐഡിയും കൂടെ ആവണം. ഐഡി എന്ന് പറഞ്ഞാൽ യൂണിക് ആയിരിക്കണം, നമുക്ക് സ്ട്രിംഗ് കൊടുത്താൽ മതി, പക്ഷേ യൂണിക് ആയിരിക്കണം. ഓക്കെ ആണല്ലോ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഐഡി യൂണിക് ആയിട്ട് സ്ട്രിംഗ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാൻ പോകും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓരോ വട്ടം നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഐഡി എന്ന് പറഞ്ഞിട്ട് യൂണിക് ആയിട്ട് ഡേറ്റ കൂടെ ആടാക്കും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ യൂണിക് ആയിട്ട് സ്ട്രിംഗ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു NPM പാക്കേജ് ഉണ്ട്, അതാണ് യൂണിക് ഐഡി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് ഉപയോഗിക്കാം. NPM ഇത് അങ്ങനത്തെ നല്ല പാക്കേജാണ്. ഈ പാക്കേജ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ യൂണിക് ഐഡി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്താൽ ഓരോ വട്ടം കോൾ ചെയ്യുമ്പോഴും ഓരോ റാൻഡം സ്ട്രിംഗ് ആയിരിക്കും ജനറേറ്റ് ആകുക. ഒരു ജനറേറ്റ് ആയത് പിന്നെ റിപ്പീറ്റ് വരില്ല. മനസ്സിലായോ? അതിനുള്ള ഒരു പാക്കേജാണ് ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എന്റെ ആവശ്യത്തിൽ ഓരോ ഡേറ്റ ആടുമ്പോൾ ഈ ഡേറ്റയ്ക്കകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നതെല്ലാം പറഞ്ഞാൽ കൂടാതെ ഒരു ഐഡിയും കൂടെ ആഡ് ആവണം. അപ്പോൾ ഐഡി നമ്മൾ യൂസറിനെ കൊണ്ട് ആഡ് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. ആ സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പാക്കേജ് ഡേറ്റ ജേസൺ ഫയൽ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല, MD അറിയാനുള്ളത് ഇല്ല. നമ്മൾ ഇനി ഗെറ്റ് ചെയ്യുവാണെങ്കിൽ MD ആണ് കിട്ടുക. ഞാൻ ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. NPM UNIQID യൂണിക് ഐഡി. ഓക്കെ, പാക്കേജ് ഇൻസ്റ്റാൾ ആയി. ഇവിടെ വരുന്നു കോൺസ്റ്റ് യൂണിക് ഐഡി ഈക്വൽ ടു റിക്വയർ യൂണിക് ഐഡി. ഓക്കെ, ഇനി നമ്മളിവിടെ നമ്മളാണല്ലോ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡി എന്ന് പറഞ്ഞ കീഴിൽ യൂണിക് ഐഡി കോൾ ചെയ്യുന്നു. ഇതിനെപ്പോൾ കോൾ ചെയ്യുന്നു അപ്പോഴൊക്കെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ജനറേറ്റ് കോമ ഡോട്ട് 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 റിക് ഡോട്ട് ബോഡി. നിങ്ങൾക്കറിയാലോ റിക് ഡോട്ട് ബോഡി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ്, അതിനകത്തുള്ള കീസ് എല്ലാം ഇവിടെ വരും. നമ്മളിത് കുറേ ചെയ്തിട്ടുള്ളല്ലേ, നമ്മൾ ഫ്രണ്ട് ചെയ്തിട്ടുള്ളല്ലേ. അത് ഡോട്ട് 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 റിക് ഡോട്ട് ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുന്ന് സെൻഡ് ചെയ്യുന്ന ഡേറ്റ അകത്തുള്ള ആ ഒബ്ജക്റ്റ് ആണല്ലോ, ഒബ്ജക്റ്റിലെ കീ വാല്യൂ ഇവിടെ വരും. ഇത് ഓർമ്മയില്ലേ, ഇവിടെ സെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇതാണ് സെൻഡ്. അപ്പോൾ ഇത് 3 മാത്രം വരും, ഒബ്ജക്റ്റ് വരില്ല, നെയിം ഏജ് പ്ലേസ് മാത്രം വരും. അവിടെ ഡോട്ട് ഡോട്ട് ഇല്ലാതെ വെറുതെ റിക് ഡോട്ട് ബോഡി എന്ന് കൊടുത്താൽ ഞാൻ സംഭവിക്കുക, ഇവിടെ ഇതിനകത്ത് പിന്നെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് വരിക. ഇത്ര ഞാൻ ചെയ്തു, ഞാൻ സേവ് ചെയ്തു, ഇത് റണ്ണിയാണ്. നന്നായി, ഞാൻ ഇവിടുന്ന് ഒരു ഡേറ്റ ആഡ് ചെയ്യാം. എംബാപ്പയാണ്, ഏജ് പ്ലസ് 3 കീയേ ഉള്ളൂ. ഞാൻ ഇവിടെ സെൻഡ് അടിക്കുന്നു, യൂസ് ആഡ് സക്സസ്ഫുള്ളി. നമ്മൾ ഇവിടെ നിന്ന് ഗെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡേറ്റ ആഡ് ആയി. എന്തുണ്ടായി അത് ഐഡി ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ഡേറ്റാബേസിലും അത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഐഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയതാണ്. അപ്പോൾ ഇനി നമ്മൾ ഓരോ ഡേറ്റ ആഡ് ചെയ്യുമ്പോഴും അതിനെല്ലാം ഓരോ റാൻഡം ആയിട്ടുള്ള സ്ട്രിങ്ങുകൾ ജനറേറ്റ് ആവും. നമുക്ക് വേറെ ആഡ് ചെയ്യാം. സക്സസ്ഫുള്ളി ഇവിടെ നിന്ന് ഗെറ്റ് അടിക്കുന്നു. കട്ട് ഐഡി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഡേറ്റ ആഡ് ചെയ്യുമ്പോഴും ഓരോ ഐഡി മാറി വരും. ഓക്കെ ആണല്ലോ, അപ്പം അതെല്ലാം യൂണിക് ആയിരിക്കും, ഇതായിരിക്കില്ല ഇത്, കാരണം വ്യത്യാസമുണ്ട്. ഓക്കെ ആണല്ലോ, അപ്പം അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇവർ യൂണിക് ഐഡി എന്ന് പറഞ്ഞ പാക്കേജ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ടൈം ഒക്കെ ബേസ് ചെയ്താൽ. കാരണം ഇപ്പോൾ നമ്മൾ എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോഴത്തെ ടൈം അതിനനുസരിച്ചാണ് ഇത് ജനറേറ്റ് ആവുക. അതുകൊണ്ട് തന്നെ എപ്പോഴും യൂണിക് ആയിരിക്കും, കാര്യം ടൈം മാറിക്കൊണ്ടിരിക്കുകയല്ലേ സെക്കൻഡിൽ. ഓക്കെ, ഇതാണ് സംഭവം. അപ്പം ഇത് നമ്മൾ ഓരോ ഡേറ്റ ഐഡി ഉണ്ടാവും, നമ്മൾ ഈ ഐഡി വെച്ചാണ് ഡിലീറ്റും അതുപോലെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഐഡി ആഡ് ചെയ്തത്. ഓക്കെ ആണല്ലോ, ഇത് നമ്മൾ നോക്കിയേ യൂണിക് ഐഡി ഇമ്പോർട്ട് ചെയ്യാം. ജസ്റ്റ് അത് ആഡ് കണ്ടു ശരിക്കും. അപ്പോൾ അത് സെറ്റോ